മാങ്ങാക്കാലൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? അടിപൊളി മാങ്ങകളൊക്കെ കിട്ടൽ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. പറമ്പിലൊക്കെ മാങ്ങ വീഴാനും തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്കിന്നൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. ഇതിനായിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ എടുക്കാം. മാങ്ങയുടെ തൊലി നന്നായിട്ട് കളയാം. നാടൻ മാങ്ങയാണെങ്കിൽ നന്നായിരിക്കും. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത മാങ്ങ എടുക്കാം. പുളി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പഴുക്കാൻ തുടങ്ങിയിട്ടുള്ള മാങ്ങയായാലും മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം പഴുപ്പുള്ള മാങ്ങയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള മാങ്ങയായാലും എടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്ക് നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി അരമുറി തേങ്ങ, ഒരു 1/2 കപ്പ് പുളി കുറഞ്ഞ തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ളതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനുള്ള ഹൈലൈറ്റാണ് നല്ല നാടൻ നെയ്യിട്ട് ഒന്ന് ഈ മാങ്ങ കുക്ക് ചെയ്തെടുക്കാം. മാങ്ങ കുക്കായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അധികം കുക്ക് ചെയ്യരുത്. ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും, അധികം തിളപ്പിക്കരുത്. ഇനി ഇത് നാടൻ നെയ്യിൽ ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെയും ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഈ അരപ്പ് ഭയങ്കര ഓവറാക്കുന്ന സമയത്ത് കിട്ടുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.